നമസ്കാരം പ്രിയമുള്ളവരെ, 2026 എത്തുകയാണ്. ജനുവരി മാസം മുതൽ റേഷൻ കാർഡ് നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ കുറച്ച് അറിയിപ്പുകൾ. ഇതിലേറ്റവും ആദ്യത്തേത് APL വിഭാഗത്തിലെ റേഷൻ കാർഡാണ് എങ്കിൽ നമുക്ക് അധികമായിട്ട് ഭക്ഷ്യവിഹിതങ്ങൾ ഇനി മുതൽ ഏർപ്പെടുത്തും. പ്രത്യേകിച്ച് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും ക്രമീകരിക്കുക. മുൻഗണനേതര വിഭാഗത്തിലെ ഇത്തരം റേഷൻ കാർഡുകൾക്ക് അധിക ഭക്ഷ്യവിഹിതങ്ങൾ ലഭിക്കാറില്ല. ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യമാണ് നീല റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്നത്. അത് കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്ക് 2 കിലോ വീതം ലഭിക്കും. ഇനി വെള്ള റേഷൻ കാർഡുകളാണെങ്കിൽ ഇത്തരം റേഷൻ കാർഡുകൾക്ക് സബ്സിഡിയുമില്ല. 10 രൂപ 90 പൈസ നിരക്കിൽ പരമാവധി 5 കിലോയോ അല്ലെങ്കിൽ വിശേഷ സമയത്ത് 10 കിലോ വരെ ചിലപ്പോൾ ലഭിച്ചേക്കാം. ഇത് മാത്രമാണ് ഇവർക്ക് ആനുകൂല്യം ലഭിക്കുന്നത്. എന്നാൽ ഇത് കൂടാതെ ഇവർക്ക് അധികമായിട്ട് ഭക്ഷ്യവിഹിതങ്ങൾ സബ്സിഡി നിരക്കിൽ തന്നെ, അതായത് 10 രൂപ 90 പൈസ നിരക്കിൽ സബ്സിഡി ഇട്ട് തന്നെ പ്രത്യേകമായിട്ട് അധിക ഭക്ഷ്യവിഹിതങ്ങൾ നൽകുന്ന കാര്യവും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ സംസ്ഥാനത്ത് APL കാർഡിൽ നിന്ന് BPL കാർഡിലേക്ക് അപേക്ഷ വെച്ച നിരവധി ഗുണഭോക്താക്കളുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് അവരുടെ അർഹതയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് സർക്കാർ ഇത് പരിശോധിച്ച് കൃത്യമായിട്ട് മാർക്കുകൾ നൽകി കൂടുതൽ മാർക്കുകൾ നേടിയവർക്ക് മുൻഗണന എന്ന അടിസ്ഥാനത്തിൽ തന്നെ ഒരു ഏകദേശം 500,000 മുകളിൽ ഒഴിവുകളുണ്ട് എന്നാണ്, അതായത് റേഷൻ കാർഡിലേക്കുള്ള ട്രാൻസ്ഫറുകൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും നടപ്പിലാക്കുക. അതായത് നമ്മുടെ ഫോണിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണ അറിയിപ്പുകൾ ലഭിക്കും. അതിനുശേഷം അടുത്ത മാസം മുതൽ BPL റേഷൻ കാർഡിലേക്ക് കൺവേർട്ട് ആവുകയും സൗജന്യമായിട്ട് അരിയും മറ്റാനുകൂല്യങ്ങളും ലഭിക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ മറ്റ് ക്ഷേമ പദ്ധതികളിൽ മുൻഗണന കൂടി അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ അത് കൃത്യമായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇൻബോക്സ് പരിശോധിക്കുക. മെസ്സേജുകൾ എന്തെങ്കിലും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയും ചെയ്യുക. ജനുവരി മാസം തന്നെ കാർഡിൻ്റെ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, തുടർച്ചയായിട്ട് റേഷൻ നമ്മൾ വാങ്ങാതിരിക്കരുത്. അടുപ്പിച്ച് 3 മാസമോ അതിലധികമോ റേഷൻ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുൻഗണന നഷ്ടപ്പെടുന്നതിന് കാരണമാകും. BPL വിഭാഗത്തിലെ റേഷൻ കാർഡ്, AY മഞ്ഞ നിറമുള്ള റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ APL വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ, ഇത്തരം റേഷൻ കാർഡുകൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. 3 അതിലധികമോ മാസങ്ങളിൽ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത് അവരുടെ അർഹതയുള്ള ആനുകൂല്യം നിഷേധിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ അനർഹരുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അത്തരം റേഷൻ കാർഡുകൾ തരം മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ പോലും അറിയാതെയായിരിക്കും റേഷൻ കാർഡിൻ്റെ നിറം മാറുക. ഇത്തരത്തിൽ ഏകദേശം 1,00,000-നടുത്ത് റേഷൻ കാർഡുകൾ ഇങ്ങനെ തരം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്നൊരു കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരിക്കലെങ്കിലും റേഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അത്ര വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മുഴുവനും വാങ്ങണമെന്നില്ല, നമുക്ക് താല്പര്യമുള്ളത്രയും വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ മുൻഗണനാ റേഷൻ കാർഡിൽ പേരുള്ള സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ, അതായത് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് 1000 രൂപ വീതം പെൻഷൻ സഹായം ലഭിക്കുന്നത്. നിലവിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായത്തിലേക്കുള്ള അപേക്ഷകൾ വെച്ചിട്ടില്ലാത്തവർ എത്രയും വേഗം അപേക്ഷ വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ തൊഴിലുകൾ ഇതുവരെ ആവാത്ത നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരായിട്ടുള്ള, ഇവിടെ റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ 1000 രൂപ കിട്ടും. യുവജനങ്ങൾക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്കും 1000 രൂപ ലഭിക്കുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്കും അപേക്ഷകൾ സമർപ്പിക്കാം. ഈ 2 സ്കീമുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.